ആദിമുതലേക്കും ഈശോനാഥ കൈകളിലെല്ലാം നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഈ ആളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തിന്റെ മുട്ടിലാചാറുന്നു കർത്താവ് പരിപാലിക്കുന്ന ആരാധ്യത്തോട് മന്നതയാക്കുകയും വീട് ജീവിക്കുകയും താഴ്ന്ന ശരീരവഴിമാറ്റമണിക്കും ശിവന്റെ മരണത്തിനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി വിശുദ്ധീകരിക്കുകയും മറ്റു ഉദാശകളെ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ഉദാശകളുടെ ആത്മാവിൽ വിഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളെൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നതെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർത്തിച്ച അക്ഷയരാത്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരിൽ പുൽക്കൊടി പോലെ ജീവിതങ്ങളിൽ ഓർത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൽ സന്ദേശം. വാഗ്ദാനങ്ങൾ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന നാഥനാദേവം ഉയർപ്പിന് മഹത്വത്തോടുകൂടി അവസരത്തിന് പരിസ വന്നിട്ട് ഈ വീട്ടിൽ വിശേഷാശുവത്തിന് ദൈവത്തിൻ്റെ ആയുസിനെ സഹായിക്കും മരണത്തിനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ നീ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ ഉയർത്തപ്പെടുത്തുവാനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ കാരുണ്യമേഴും വിധിയാൽ നാഥനളഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും ഇതിയാൽ വാനവരാജ്യം നേടും
മനുജനു ഭാഗ്യം. ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും ഇതിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നിന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ ദൈവമേ, പാപങ്ങൾ കഴുകിക്കളയണമേ, തുടച്ചു മാറ്റണമേ. പാപങ്ങൾ ഞാൻ അറിയുന്നു, എങ്കിലായി ഞാൻ പാപം ചെയ്തു പോയി. ചെറുതായ ഗുണമായ ശബ്ദത്താൽ ആശ്രമത്തെ കർത്താവിന്റെ വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വനത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുനിന്നും കരുണ നിറഞ്ഞവനും യജമാനുമായ കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരിന് കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നതിനാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനാദേവൻ തന്റെ നീതി മനുഷ്യരുമാനിത്യജീവൻ രാജോറത്തിലേക്ക് ഇയാളെ പ്രവേശിക്കുമ്പോൾ നമ്മിൽ വേർപ്പെട്ട വിശാടുമർദ്ദിച്ചെടുക്കാൻ അനുഗമിക്കുകയും ഇവിടെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരുടെയും സമർത്ഥം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളുടെ വശത്ത് അവിടുത്തെ കാരണനിമിത്തം നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, മരിച്ചുപോയ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി 5ാം ചരമദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 10 മണിക്ക് ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയും കല്ലറയെങ്കിൽ ഒഫീസും ഉണ്ടായിരിക്കും. വീട്ടുകാർക്ക് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. ആശയാൽ നീ ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തന്റെ ദിവ്യ സന്നിധാനത്തിൽ. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തന്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ.
അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ.